വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മോർണിംഗ്. നമ്മുടെ സെക്കൻഡ് ഡേ പോണ്ടിയാണ്. ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ പോകും. നമ്മുടെ ഇന്നത്തെ ഐറ്റിനറി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഓരോവില്ലാണ്. അപ്പോൾ ആദ്യം പോയി ഫുഡ് കഴിക്കണം. ഭയങ്കര ചിലപ്പോൾ ഇവിടെ എല്ലാവരും ഗെറ്റ് റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. ഓരോവില്ലേ ചെന്നിട്ടായിരുന്നു കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാൻ. പക്ഷെ പോകുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് അവിടെ ഒരു ചായക്കടയിലൊക്കെ നിർത്തിയിട്ട് അവർ ചായയും കുടിച്ചു. ഞാൻ മോഗും ബദാം മിൽക്കും ഒക്കെ ഞാനും ആദ്യം കൂടെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നല്ല കുഞ്ഞ് സമൂസ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സമൂസയായിരുന്നു. അങ്ങനെ സമൂസയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അങ്ങനെ ഓരോവില്ലയിലാണ് കേട്ടോ ഇത്. നമ്മളങ്ങനെ ഓരോവില്ല എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കഫേയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇത് ചുറ്റിനും കഫേസൊക്കെയാണല്ലോ, ഭയങ്കര ഒരു ട്രോപ്പിക്കൽ ടൈപ്പിലുള്ള കഫേസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇനി എന്താ തിന്നാൻ കിട്ടാൻ നമുക്ക് നോക്കാം. നല്ലൊരു കഫേ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ദോശ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഇവിടുത്തെ ദോശ നല്ലതാണെന്ന് ആവു പറഞ്ഞു. അങ്ങനെ നമ്മൾ പൊടി ദോശ, ചിക്കൻ ചീസ് ദോശ, മഷ്റൂം ദോശ ഇതൊക്കെ പറഞ്ഞു. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചോക്ലേറ്റ് ക്രോസോ, പിന്നെ ക്രെപ്പേ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ലെമൺ ആൻഡ് ഹണി, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്ത് കുറേ നേരം എടുത്തു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഈ കൊത്തിപ്പറക്കി തിന്ന്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഒരു സാധനം മൊത്തത്തിൽ എനിക്കൊന്ന് 1 hour മുകളിൽ ഡിലേ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആക്രാന്തത്തോടെ കഴിക്കുന്നുണ്ട്. ദോശ സത്യം പറഞ്ഞാൽ കിടിലായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ ഭയങ്കര ഡിലേ ആയിരുന്നു, അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ ദോശയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഷ്റൂം ചീസ് ദോശ ആണ് കേട്ടോ ഇത്. കാണാൻ തന്നെ എനിക്ക് ഈ ചീസുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എന്തോ ഈ തമിഴ്നാട്ടിൽ ഉള്ള ദോശയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മറ്റേ ക്രെപ്പേ. ഈ സംഭവം എനിക്ക് തീരെ വർക്കാകില്ല, പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ലെമണും ഹണിയും കൂടെ മിക്സ് ആയിട്ടുള്ള എന്തോ ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് എന്തോ എനിക്ക് ഒട്ടും തന്നെ വർക്കാകാത്തൊരു സാധനമായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് മീതുവിനാണ് ഇഷ്ടപ്പെടാതിരുന്നത്. എൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് തീരെ ഇഷ്ടമായില്ല. എന്തോ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ, നമ്മുടെ ലൈം ജ്യൂസും എന്തോ ഒരു വൃത്തിയുടെ ടേസ്റ്റായിരുന്നു എനിക്ക്. പക്ഷെ ആദിക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു, മീതുവിനും തീരെ ഇഷ്ടപ്പെട്ടില്ല. മീതു അതുപോലെ തന്നെ തുപ്പി. അങ്ങനെ നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഓരോവില്ലയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നേരെ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 2 kilometers നമുക്ക് നടക്കാനുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ചൂട് ഭയങ്കര ഒരു വിഷയമായിരുന്നു കേട്ടോ. അതും ഈ 11-12 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട്. അങ്ങനെ അവിടെ കണ്ടൊരു സാധനമുണ്ട്. ഇത് എന്തോ ഓന്തെന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിത് ഈ വഴിയിലൂടെ ഒരു 2 kilometer നടക്കണം. ഇങ്ങനെ ഓരോരോ വഴികളുണ്ട്. ഈ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു തണലുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ചൂടിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. താമരക്കുളമാണ് ഗൈസ്, പക്ഷെ താമരയില്ല. ആദ്യം എല്ലാം ഒപ്പി എടുത്തോണ്ടിരിക്കുന്നു. ആ ഒരു ചളി പറഞ്ഞപ്പോൾ അതൊന്നും കൂടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളീ പോകുന്ന വഴി തന്നെ ഉള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ ഇത്. കാണാൻ നല്ല രസമാണെങ്കിലും വാങ്ങിക്കാൻ തീരെ പറ്റില്ലായിരുന്നു, നല്ല റേറ്റ് ആയിരുന്നു. ഈ കാണുന്ന സാധനം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ 2 kilometer താണ്ടി പോകുന്നത്. ഇതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. വീലി നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. വെയിലാണെന്ന് വിഷയം. ഇതേ നമ്മുടെ അടുത്ത എക്സൈറ്റിംഗ് ഫാക്ടർ. ഇത് ശരിക്കും ഓർഗാനിക് ഐസ്ക്രീമാണ് കേട്ടോ. കറക്റ്റ് നല്ല പൾപ്പി ഫീൽ ചെയ്യുന്ന സാധനം. നമ്മൾ മാംഗോ, വാനില ആൻഡ് മിൻറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ മാംഗോ കറക്റ്റ് നമ്മളൊരു മാംഗോ പൾപ്പ് തിന്നൂല്ലേ അതുപോലെ ആയിരുന്നു. പക്ഷെ ഇത് ഈ കാണുന്ന മിൻറ്റ് കറക്റ്റ് പേസ്റ്റ് തിന്നുന്ന പോലെ ആയിരുന്നു കേട്ടോ ഇരുന്നത്.
മാംഗോ അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര പൾപ്പി മാംഗോന്റെ ടേസ്റ്റ്. ഒരു ഐസ്ക്രീം ഒന്നും തോന്നുന്നില്ല. നമുക്ക് മാംഗോ ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ പൾപ്പി മാംഗോ സൂപ്പർ. പിന്നെ വാനിലയും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? ഓറോവില്ലയിലെ കുറച്ച് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് റിലീജിയൻ ഇല്ല, റേസിസം ഇല്ല, കാസ്റ്റ് ഇല്ല, എല്ലാവരും ഈക്വൽ ആണ്. അതുപോലെ തന്നെ 60-ൽ പരം കൺട്രികളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്, അതും ബാർട്ടർ സിസ്റ്റത്തിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണമെന്നില്ല ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഭയങ്കര സ്ലോ ലിവിങ് പേസിൽ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ മരം വേറൊരു എക്സൈറ്റിംഗ് ഫാക്ടറാണ്. ഈ ഒരു ഒറ്റ മരത്തിൽ നിന്നാണ് കേട്ടോ ഈ കാണുന്ന ഇത്രയും മരങ്ങൾ ഉണ്ടായേക്കുന്നത്. അതിൻ്റെ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് ഓരോരോ മരങ്ങളായിട്ട് വന്നേക്കാണ്. ഇതെല്ലാം ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് തന്നെ ആയിരുന്നു ഓറോവില്ലയിൽ. ഈ ബാഗ് ആവു ഡിസൈൻ ചെയ്ത് ആവു സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം. വിച്ച് മീൻസ് ആവു ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ബാഗ് ഇട്ടേക്കുന്നത്. ശരിക്കും ഇതിങ്ങനെ ഇടുന്ന ബാഗ്. അത് അങ്ങനെയാണ് പ്രൊമോഷനാണോ ഇങ്ങനെ? അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ആരും കാണരുത്. ആകെ അരക്കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം കുടിച്ചു തീർത്ത് പുതിയ വെള്ളം എടുക്കാന്ന് പറഞ്ഞ് എന്നപ്പോ അവിടെ ടാപ്പ് പോലും ഇല്ല. എന്റെ അവസ്ഥയാണ്. ഇതിന്റെ ന്യൂ ലുക്കാണ് കേട്ടോ. വെയില് കാരണം കരിഞ്ഞുണങ്ങി പണ്ടാരം അടങ്ങി. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇതല്ലാണ്ട് വേറൊരു ക്ലൈമറ്റ് ഇവിടെ ഇല്ലല്ലോ. ഈ ചെടി ഞങ്ങളുടെ വീട്ടിലുണ്ട്, ആദ്യം സെറ്റ് ചെയ്ത ചെടി. ഞാൻ വ്ലോഗ് അങ്ങനെ നമ്മൾ എത്തിയിട്ടോ. ഇതാണ് മാതൃമന്ദിർ, ദ സോൾ ഓഫ് സിറ്റി എന്ന് പറയും. 37 വർഷങ്ങൾ എടുത്താണ് കേട്ടോ ഇത് പണി കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു മെഡിറ്റേഷൻ ഹോൾ തന്നെ ഉണ്ട്. അതിൻ്റെ പേര് ഇന്നർ ചേംബർ എന്നാണ്. ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു, പക്ഷെ അത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ട് പോവുക. ഇതിൽ ശരിക്കും ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഒപ്റ്റിക്കൽ പെർഫെക്റ്റ് ഗ്ലാസ് ഗ്ലോബ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ അത് ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കുറേ സംഭവങ്ങൾ കാണാനും ഫീൽ ചെയ്യാനും പറ്റും. പരാതിയുടെ കോമഡി അതാ ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, സൂര്യൻ മറ്റേ ഇവിടെ ഭൂമിയിലൊരു സൂര്യൻ ഇരിക്കുന്നെന്ന് വിചാരിച്ചു തോനെയും വെയിൽ അടുപ്പിച്ച് അതിനെ കത്തിച്ച് കളയാൻ നോക്കുവാണ് കേട്ടോ. കോമ്പറ്റീഷൻ വേറൊരു സൂര്യനായി തോന്നുന്നു. ഇതാണ് നമ്മുടെ സൂര്യൻ. എന്ന് പറയുന്നത് കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ താമസിക്കുന്ന അങ്ങനത്തെ സ്ഥലം. എന്റെ അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് നമ്മുടെ രാജസ്ഥാനിൽ ചോക്കിദാനി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെയാ രാജസ്ഥാനിലെ ഒരു കൾച്ചർ കാണിക്കുന്ന കുറേ സംഭവങ്ങളുള്ളൊരു സ്ഥലം. അപ്പം അങ്ങനെയായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. ബട്ട് കൊള്ളാം. പക്ഷെ നമുക്ക് മീൻസ് നടക്കുന്നതിൻ്റെ ഒരു സാധനമുള്ളൂ, വെയിലിൻ്റെ ഒരു സാധനമുണ്ട്. അല്ലാണ്ട് കുഴപ്പമില്ല. നല്ല വഴികളിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നൊക്കെ വരുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ കുറച്ച് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് തോന്നും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഓറോവില്ല വ്ലോഗ് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നേരെ എവിടെയെങ്കിലും പോയി ലഞ്ച് എന്തെങ്കിലും കഴിക്കണം. വിശക്കുണ്ട്. രാവിലെ ദോശ തിന്നതിൻ്റെ ഒരിതിലിങ്ങനെ നിൽക്കുക. നല്ല ഫുഡായിരുന്നു കേട്ടോ. കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ കരുതാപ്പള്ളി നമ്മൾ എന്താ നാട്ടിൽ നല്ല ദോശ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ട് കുറേ ദോശയൊക്കെ, പക്ഷേ ബെസ്റ്റ് എനിക്ക് തമിഴ്നാട് ദോശ തന്നെ. തമിഴ്നാട്ടിലെ ദോശ എന്നൊക്കെ പറഞ്ഞാലാണ് ദോശ അല്ലേ ആദി? തമിഴ്നാട്ടിലെ ദോശയല്ലേ സൂപ്പർ ദോശ? ദോശ ഭയങ്കര ടേസ്റ്റാ. കന്യാകുമാരി പോയൊരു ദോശ കഴിച്ചായിരുന്നു, അത് സൂപ്പറായിരുന്നു. ചേച്ചി വിത്ത് സീറോ ഈഗോ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞു. ചേച്ചി വിത്ത് സീറോ ഈഗോ, അതെ, എന്നെ കൊണ്ട് പറഞ്ഞെടുപ്പിക്കുകയാണ് ഗൈസ്. സീറോ ഈഗോ കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കെട്ടുന്നു, കെട്ടിയ ഷൂ വീണ്ടും വീണ്ടും കെട്ടുന്നു. സീറോ ഈഗോ ഓടി പതച്ചിട്ടുണ്ട്. ഇവിടുന്നൊരു ഇതുണ്ട്, ഷട്ടിൽ സർവീസ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിതേ ഫ്ലേമിംഗ് ഡ്രാഗൺസിൽ വന്നേക്കുകയാണ് കേട്ടോ. പേര് കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആംബിയൻസ് ആയിരുന്നു. ഇത് ശരിക്കും ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ.
എനിക്ക് എന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും പോയി ജാപ്പനീസ് ഫുഡ് കഴിക്കണം. ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ 4 മണിയായപ്പോഴത്തേക്ക് എത്തിയിരിക്കുകയാണ്. ചവറായി നല്ല ആംബിയൻസ് അല്ലേ ഇവിടെ. ഇവിടെ നമുക്ക് മെനു ഫോണിൽ തന്നെ കിട്ടും. വെയിറ്റിംഗ് ഫോർ നല്ല തോന്നുന്നു കണ്ടിട്ട്. യമ്മി ഫുഡ് കഴിക്കാൻ കൊതിയാവുന്നതല്ലേ. പിന്നീട് അങ്ങോട്ടൊരു അംഗമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു. ഞാൻ എന്നെ ഇങ്ങനത്തെ കുറച്ച് ഫുഡൊക്കെ കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അത് സാധിച്ചു. നല്ല ഫുഡായിരുന്നു. നമ്മൾ ചിക്കൻ സിസ്ലർ, പിന്നെ അതുപോലെ ഡൈനമൈറ്റ് പ്രോൺസ്, ചിക്കൻ റാമൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡൈനമൈറ്റ് പ്രോൺസ് എന്നേ കഴിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. പക്ഷേ എനിക്ക് മെനു കണ്ടിട്ട് മനസ്സിലായതും എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നിയത് മാത്രമേ. നമ്മുടെ വീട്ടിൽ ആരും പ്രോൺസ് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ആണോ ഇഷ്ടപ്പെട്ടോ? ആരാ ഓർഡർ ചെയ്ത്? നീതോ? നമ്മൾ ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഫ്രഞ്ച് കോളനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ റോക്ക് ബീച്ചിലെത്തി. ഇവിടെ വന്നിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ കൂട്ടത്തില് സ്പോയിലറായ ആവു ഒന്നിനും സമ്മതിച്ചില്ല. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഒരു റീലായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി കാണട്ടെ. ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത്രയ്ക്ക് സ്പോയിലർ ആയിരുന്നു. ആകെ മൊത്തം എല്ലാം നശിപ്പിച്ച്. ആവു പണ്ട് കടലിലൊന്ന് വീണ് ചാവാൻ പോയത് കൊണ്ട് ഇപ്പോഴും കടലൊരു ട്രോമയായി കിടക്കുക. ഫോട്ടോഗ്രാഫി നടക്കുകയാണ്. നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഫ്രഞ്ച് കോളനിയിലുള്ള KBS വന്നേക്കുക കോഫി കുടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇവിടെ കുറച്ച് കുക്കീസൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും. ഇന്നലെ വന്ന് കുടിച്ചപ്പോൾ കോഫി അല്ല ഇന്നലെ കുടിച്ച, ഇന്നലെ ലൈം ടീയും പിന്നെ ബദാം മിൽക്കും പിന്നെ ക്രീം ബൺ, ഈ എല്ലാ സാധനവും കിട്ടില്ല കേട്ടോ. ഞാൻ ലൈം ടീ ഇന്നേ വരെ കുടിച്ചതിൽ വെച്ച് ബെസ്റ്റ് ലൈം ടീ ആയിരുന്നു. മറ്റേ കസ്കസൊക്കെ ഇട്ടിട്ട് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീണ്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്രയും തിരക്കൊരു കടയിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ കടയിലെ സാധനങ്ങൾ അത്രയും അടിപൊളിയായിട്ടായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു പോണ്ടിയിലെ ഒരു 95% ആൾക്കാരും ഈ കടയുടെ ഒരു ഫാനായിരിക്കുന്നു. ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ ഒരു ബിഗ് ഫാനായി മാറി. അവിടുത്തെ ഐസ് ടീ, ലെമൺ ടീ, ബദാം മിൽക്ക്, ഹോട്ട് ചോക്ലേറ്റ് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ക്രീം ബൺ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ മീതുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു പാനിപ്പൂരി കഴിക്കണമെന്ന്. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാനിപ്പൂരി കടയിൽ നിന്ന് ഒരു പാനിപ്പൂരി കഴിച്ചു. പക്ഷെ അതത്ര പോരായിരുന്നു കേട്ടോ. ഞാൻ ഇന്നേ വരെ നല്ല പാനിപ്പൂരി കഴിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഹലോ, അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രഞ്ച് കോളനി തന്നെ വന്നു. ഇന്നിപ്പോൾ 2 ദിവസമായി വന്നിട്ട് ഇപ്പോൾ 3-4 തവണ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര ഒരു രസമുണ്ട്. പിന്നെ നൈറ്റ് ആകുമ്പോൾ കാണാനും പിന്നെ ഇവിടെ ഇരിക്കാനും സ്ഥലമുണ്ട്. ചുമ്മാ നടക്കാനൊരു വാക്ക് വേ ഒക്കെ പോലുണ്ട്. പിന്നെ നമ്മൾ വണ്ടി റെൻറ്റിനെടുത്തിട്ടാണല്ലോ വന്നത്. പിന്നെ നാളെ നമ്മൾ തിരിച്ചു പോവും. ചുമ്മാ ചില്ല് ചെയ്യാന്നൊക്കെ വിചാരിച്ചതേ ഒരു കാപ്പിയും കുക്കീസൊക്കെ വാങ്ങിച്ച് ചുമ്മാ അവിടെ കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണ്. അവരിതേ ബാക്കിലിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് ഭയങ്കര കഥയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഡേ 2 അറ്റ് പോണ്ടിച്ചേരി. ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. വൈകുന്നേരം മറ്റേ കഴിച്ചതാ. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാം, പോവാ, കിടന്നുറങ്ങുക, നാളെ രാവിലെ എഴുന്നേൽക്കുക. നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പം സായിപ്പത്തികൾ ഇവിടെ വന്ന് കിട്ടുന്നു, ഇവിടെ ഉള്ളവളുമാർ സായിപ്പന്മാരെ കിട്ടുന്നു. ഇതൊരു ഇന്റർനാഷണൽ സംസ്ഥാനമാണ്. പുതിയൊരു ഗെയിമായിട്ട് വന്നേക്കുവാണ് ഞങ്ങൾ. നമ്മുടെ കൂട്ടത്തിൽ ഒരു ലോണർ ഉണ്ടായതുകൊണ്ട് തന്നെ ലോണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാം. അപ്പം നമ്മളുടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരും ഒരുമിച്ച് ഇറങ്ങണം, പോയി മീതുവിനെ കണ്ടുപിടിക്കണം. മീതു ഹണ്ട് എന്നാണ് കേട്ടോ ഗെയിമിൻ്റെ പേര്. ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്.
കാരണം കൂട്ടത്തിൽ എന്റെ ഒറ്റപ്പെട്ട് നടക്കാന്ന് പറയുന്നില്ലേ, അതാണ് പുള്ളിക്കാരി. അപ്പൊ ഇപ്പം ബീച്ചിൽ വന്നിട്ട് ഇപ്പൊ ഒറ്റപ്പെട്ട് എവിടെയോ പോയേക്കാണ്. ഞങ്ങൾ കണ്ടുപിടിക്കണം. കൂടെ ആരെങ്കിലും വേണമെന്നായിരുന്നു മാനിഫെസ്റ്റ് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാൻ, മാനിഫെസ്റ്റേഷനിൽ ചെറിയൊരു തെറ്റ് പറ്റി. എന്തോ ലോ അട്രാക്ഷൻ പണ്ടത്തെ പോലെ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? സാഹചര്യങ്ങളിൽ സമ്മർദ്ദം മൂലം ഒന്നും നടന്നില്ല. പക്ഷെ നടന്നേനായിരുന്നു. പക്ഷെ നടന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം മീതു ഹണ്ടിന് വേണ്ടി പോവാണ് കേട്ടോ. എല്ലാരും റെഡിയല്ലേ? കണ്ടുപിടിക്കുന്നവർക്ക് എന്താ ഇന്ന്? ചായയും വടയും. അല്ല രാത്രിയോ? അല്ല, കണ്ടുപിടിക്കുന്നവർക്ക് ഒരു മിഠായി കുടിക്കും. ഓക്കെ, മിഠായി സെറ്റ്. പോവല്ലേ? ഓൾ സെറ്റ്. ഗൈസ്, ഈ മണ്ടന്മാരറിഞ്ഞില്ല മീതു എന്നെ വിളിച്ചത്. അപ്പം നമ്മൾ മിഠായി മാറ്റി വേഫിൾസ് ആക്കിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ മീതുവിനെ കണ്ടുപിടിക്കട്ടെ. മീതു ഇങ്ങ് അറ്റത്തോട്ടങ്ങാണ്ട് എത്തിയിട്ടുണ്ട്. ഈ അറ്റത്തുനിന്ന് മീതുവിനെ കണ്ടുപിടിക്കട്ടെ. വേഫിൾസിൻ്റെ ഐഡിയ മീതുവാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വേഫിൾസ് മീതുവിനോട് കൊടുക്കാം. പൊട്ടന്മാരറിഞ്ഞില്ല. ഇനി ഞാനെങ്ങാനും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവര് കണ്ടുപിടിക്കൂ. അതാണിപ്പോൾ എൻ്റെ സംശയം. ഇത് ഒത്തിരി നടന്ന് അതൊന്നും കാണുന്നില്ലല്ലോ സുഹൃത്തുക്കളെ. ഗൈസ് പറഞ്ഞ് മടുത്തിട്ട് ഇനി സുഹൃത്തുക്കളെ പറയാം. എനിക്ക് പറയാൻ താല്പര്യം ഉണ്ടായിട്ടില്ല ഗൈസ്. പക്ഷേ എന്തോ മീതു വിളിച്ച് ഗൈസ്. മീതുവിനെ കിട്ടിയില്ല. ഇപ്പം കിട്ടും. അവരറിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ. ഈ മീതു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിക്കുക. രസമുണ്ട് ഇത്. ഇനി ഞാനും ഒളിക്കാൻ പോണേ. എന്നെ ആരെങ്കിലും ഹണ്ട് ചെയ്യട്ടെ. കണ്ടുപിടിച്ചു ഗൈസ്. ഇത് നമ്മുടെ വിജയം. ബാ. ഞാൻ പറഞ്ഞു. ഹായ്, അങ്ങനെ മീതുവിനെ കിട്ടിയാ ഇനി നമുക്ക് അടുത്ത വേഫിൾസ് കഴിക്കാൻ വേണ്ടി പോവാം. വേഫിൾസിന്റെ ഐഡിയ മീതു വന്നുകൊണ്ട് പാതി വേഫിൾസ് മീതു. എവിടെ പോയിരുന്നു എല്ലോണായിട്ട് നടക്കാൻ? പേടിയായിട്ടോ. കാരണം എല്ലാരും ഒരുമാതിരി നോക്കും ഒറ്റയ്ക്കായോണ്ട്. അല്ലാതെ നോക്കിയാൽ കുഴപ്പമില്ല. അവിടെ പേടിയായിരുന്നു. ഇവിടെ ഇതല്ലേ വേഫിൾ ഹൗസ്. ഞാൻ ചാലിൽ എന്തെങ്കിലും വന്ന് ചോദിക്കുന്നു. മീതുവിനെ കിട്ടിയപ്പോ അവരുടെ എന്താ റിയാക്ഷൻ നമുക്ക് കാണാം. എനിക്ക് കിട്ടി മീതുവിനെ എനിക്ക് കിട്ടി. തോറ്റ് ഇല്ല. അങ്ങനെ മീതുവിനെ കിട്ടിയ സന്തോഷത്തിൽ നമുക്ക് പോയി തൊട്ടടുത്തുനിന്ന് തന്നെ വേഫിൾ ഹൗസിൽ നമുക്ക് വേഫിൾസ് കഴിക്കാം. നിർഭാഗ്യവശാൽ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. വേഫിൾസ് കിട്ടിയില്ല. ചെറുക്കനെ സ്ഥിതിക്ക് നമുക്ക് സത്യം വെളിപ്പെടുത്തുകയാണ് ഗൈസ്. ഞാൻ മീതുവിനെ വിളിച്ചു ചോദിച്ചാണ് ലൊക്കേഷൻ അറിഞ്ഞത്. നിങ്ങൾ മണ്ടന്മാരായത് എന്റെ കുഴപ്പമാണോ? ഞാൻ ചോദിച്ചിരുന്നു, മീതു വിളിച്ചായിരുന്നു. അപ്പൊ ഈ കള്ളി ഉണ്ടല്ലോ, ഈ പെരുങ്കള്ളി, വിളിച്ചിട്ടില്ലെന്ന്. ഇങ്ങനെ നമ്മൾ ജയിച്ചെങ്കിലും നമുക്കത് ചതിയും വഞ്ചനയും കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കും വേഫിൾസ് കിട്ടിയില്ല. വേഫിൾസ് കൈ കിട്ടിയ തിന്നോണ്ടിരിക്കുമ്പോൾ പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ഇനി നടക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എപ്പോഴും പറഞ്ഞാലും ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ മറക്കരുത് കേട്ടോ. മറക്കാണ്ട് ചെയ്തേക്കണം. ടാറ്റാ.